അപ്പോൾ ഈ ഓണം ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ തലസ്ഥാനത്ത് ദൃശ്യവിരുന്നൊക്കെ ഒരുക്കിയ ഓണം വാരാഘോഷത്തിന് സമാപനമാകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. 1000-ഓളം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങളും 59 ഫ്ലോട്ടുകളും അണിനിരക്കുന്ന ഘോഷയാത്ര വൈകിട്ട് ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു വർണ്ണാഭമായ ഓണാഘോഷമാകും ഇത്തവണ നടന്നത്. വിവിധ വകുപ്പുകളുടെ 60ഓളം ഫ്ലോട്ടുകളും 91 ദൃശ്യശ്രവ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് നിറവേകും. ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. മാനവീയം വീഥിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. ഈ വർഷം നമ്മൾ ഉദ്ദേശിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ നമ്മൾ 2024 രാജ്യത്തെ മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള അവാർഡ് കേരളത്തിനായിരുന്നു. അതുപോലെ രാജ്യത്തെ മികച്ച മറൈൻ ജില്ല കൊല്ലവുമായിരുന്നു. മറൈൻ ജില്ല എന്ന അവാർഡിന് അർഹരാക്കിയത് കേരളത്തിൻ്റെ മറൈൻ സെക്ടറിലുള്ള സമുദ്ര മത്സ്യബന്ധന മേഖലയിലുള്ള മികച്ച പ്രവർത്തനങ്ങളാണ്. ആനുകാലിക പ്രാധാന്യമുള്ളതും കഴിയുന്നത്ര കൃത്രിമത്വം ഒഴിവാക്കിയുള്ളതുമായ ഫ്ലോട്ടുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഫ്ലോട്ടുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം, ഗ്രീൻഫീൽഡ് തുടങ്ങി 33 വേദികളിലാണ് കലാപരിപാടികൾ അരങ്ങേറിയത്. 3 ദിവസങ്ങളിലായി നടന്ന ഡ്രോൺ ഷോയും കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അനുഭവമായി. ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഘോഷയാത്രയുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാനം. പുതിയ കാലഘട്ടത്തിൻ്റെ ആ സാങ്കേതികവിദ്യ ആ മാറ്റം നമ്മുടെ വ്യവസായ മേഖലയിലേക്ക് എങ്ങനെ ഗുണകരമായി മാറ്റാം എന്നുള്ളൊരു തീമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം AI സാങ്കേതികവിദ്യ എല്ലാ മേഖലയിലും കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ കുറഞ്ഞു വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ നിലവിലുള്ള കോഴ്സുകളെ തന്നെ ഏത് രീതിയിൽ ഇതിലേക്ക് മാറ്റാൻ കഴിയും എന്നതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ ഇതിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഘോഷയാത്രയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ പ്ലോട്ടുകളാണ് തലസ്ഥാനത്ത് വൈകിട്ടോടുകൂടി കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നൊരുക്കുക. വർണ്ണാഭമായ നഗരവീഥിയിലൂടെ നിശ്ചല ചിത്രങ്ങൾ പതുക്കെ അങ്ങനെ നീങ്ങും. അതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് പരിസമാപ്തിയാകും. ക്യാമറമാൻ ഷമീമിനോടൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.